ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തും റേച്ചൽ സിസും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ശാരീരികമായി കഴിഞ്ഞ ദിവസം ഹസ്ബൻഡുമായി ബൈക്കിൽ പോകുമ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതേ തുടർന്ന് ഹല്ലേലൂയ തൻ്റെ ശരീരത്തിൽ 2 സ്ഥലങ്ങളിൽ രക്തം കല്ലിച്ച് കിടക്കുന്നതായി കണ്ടു. അത് പിന്നത്തതിലൊരു തടുപ്പ് പോലെ കണ്ടു. എന്നാൽ കർത്താവ് ഇതിനകത്തൊരു പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ അത് പ്രത്യേകമായി ടെസ്റ്റിന് വിടണമെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് ഇപ്പോൾ തന്നെ അതിനകത്തൊരു അത്ഭുതം ചെയ്യുകയും റേച്ചൽ സിസിനെ പൂർണ്ണമായി സൗഖ്യമാക്കുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മകന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. താൻ വീട്ടിലുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ടതിനായിട്ടും തൻ്റെ വിദ്യാഭ്യാസത്തിൽ നല്ലതുപോലെ റോഷൻ മുമ്പോട്ട് പോകേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ എത്ര പേർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഇവരെല്ലാ നിലയിലും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, എല്ലാ നിലയിലും ദൈവം മാനിക്കേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് റേച്ചൽ സിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തല മുതൽ പാദം വരെയും സൗഖ്യമാക്കുന്ന ആണിപ്പാടുള്ള ദൈവത്തിൻ്റെ കരം ഈ മകളുടെ മേളിൽ വെക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം ദൈവം ചെയ്യണമേ അപ്പ, ഒരതിശയം ദൈവം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, റേച്ചൽ സിസിനെ സൗഖ്യമാക്കിയതിനായി നന്ദി. ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തിയതിനായി നന്ദി. റോഷൻ ബ്രദറിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം അറിയാം. അവൻ്റെ പഠനത്തിൽ, അവൻ്റെ ആഹാര വിഷയത്തിനകത്ത് എല്ലാ നിലയിലും, ശാരീരിക എല്ലാ നിലയിലും കർത്താവെ മാനിക്കുകയും സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യണമേ അപ്പ. ഈ കുടുംബത്തിനകത്ത് സന്തോഷ വാർത്തകൾ കൊടുക്കണമേ. ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. സ്ഥിരമായി ഒരു നിലനിൽക്കുന്ന വിടുതൽ ഈ കുടുംബത്തിൽ അങ്ങ് പകരണമേ അപ്പ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അത് വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. അത് തളർവിടാതിരിക്കത്തില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് അടുത്ത വാക്യം പറയുകയാണ്. അത് ഹല്ലേലൂയ, ആ മണ്ണിൽ പഴകിപ്പോയാലും, ഹല്ലേലൂയ, വെള്ളത്തിൻ്റെ ഗന്ധം അതിൻ്റെ മേളിൽ വീണാൽ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നവർ ആശ നഷ്ടപ്പെട്ടു പോയൊരു കാണാം, ജീവിതത്തിൽ ഇനി വഴിയില്ലെന്ന് പറയുന്നവർ കാണാം, മുമ്പിലോട്ട് എങ്ങനെയെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഇവിടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ ചിലതിനെ ഉളവാക്കുന്നതാണ്. നിങ്ങൾ നോക്കേ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്ന, സൃഷ്ടിയുടെ നടുവിൽ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളായിരുന്നു, എന്നാൽ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ പരിവർത്തനം നടക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. പാഴായ അനുഭവങ്ങൾ ഉണ്ടാകാം, ശൂന്യതകൾ ഉണ്ടാകാം, ഇരുട്ടായ അനുഭവങ്ങൾ ഉണ്ടാകാം. എങ്ങനെയെന്നുള്ള ചോദ്യങ്ങളായിരിക്കാം നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് നിരാശ പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല, കണ്ണുനീരോടെ നിൽക്കുകയല്ല. കർത്താവേ, അങ്ങയുടെ ശക്തി എൻ്റെ മേളിൽ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ചലിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരേതോ മിനിറ്റുകളിൽ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആരംഭത്തിൽ തന്നെ പറയുകയാണ്, ഈ കേൾക്കുന്ന വചനത്തിൽ നിങ്ങൾ ആമേൻ പറയണം, പ്രതികരിക്കണം. ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങണം. ആ സ്വീകരിക്കുന്ന മിനിറ്റ് മുതൽ നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറത്തായി, നിങ്ങളുടെ ബുദ്ധികൾക്ക് അപ്പുറത്തായി ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഈ ശക്തി നിൻ്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ശക്തി നീ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആരോടോ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ വന്നതുപോലെ ആയിരിക്കത്തില്ല. ആ മിനിറ്റ് മുതൽ നിന്നെ പൊട്ടിക്കിളിർപ്പിക്കുന്ന നിലകളിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിൻ്റെ മുമ്പോട്ടുള്ള ഒരു വഴിയായിരിക്കാം അടച്ചത്, ഒരു മേഖലയായിരിക്കാം ശത്രു വെട്ടിയത്, പക്ഷെ നീ ചുറ്റും പൊട്ടിക്കിളിർക്കുന്ന അനുഭവത്തിലേക്ക്, ഹല്ലേലൂയ, ഇനി ഒരു വഴിയല്ല, ശത്രുവിന് വഴികൾ കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ ആർക്കോ വേണ്ടി ഇതിനകത്ത് ദൈവപ്രവർത്തികൾ ചലിച്ചു തുടങ്ങുകയാണ്. ആർക്കോ വേണ്ടി ദൈവപ്രവർത്തികൾ ഇതിനകത്ത് ചലിച്ചു തുടങ്ങുകയാണ്. ഒന്ന് എൻ്റെ കൂടെ പ്രതികരിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കുക. കാരണം യഹോവയെ കാത്തിരിക്കുന്നതിൻ്റെ മേളിൽ ശക്തി വെളിപ്പെടും. ഈ മീറ്റിങ്ങിനകത്ത് വന്ന് ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മേളിൽ ഒരു അസാധാരണമായ
ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അറിയാം, നിന്നെ വിരോധമായി നിൽക്കുന്ന ചിലതിനെ പൊട്ടിച്ചോണ്ട് നീ പൊങ്ങാൻ പോകുകയാണ്. ദൈവവചനം ശ്രദ്ധിക്കുന്നവർക്കറിയാം. യെശയ്യാവ് 42-ാം അധ്യായം, ഹല്ലേലൂയ, എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് ഓർപ്പിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറയോ. എത്ര ശ്രമിച്ചിട്ടും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരോട് തമ്പുരാനൊന്ന് പറയാനുണ്ട്. ഞാൻ ചതഞ്ഞ ഓട ഓടിക്കത്തില്ല. ലോകപ്രകാരം ചതഞ്ഞതിനെ ഉപയോഗശൂന്യമെന്നാണ് പറയുന്നത്. ഓടയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഹല്ലേലൂയ. ഈ പുല്ലാങ്കുഴൽ പോലെയൊക്കെയുള്ള ഉപയോഗിക്കുന്നതിനെ അത് ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രയോജനമില്ല. പക്ഷെ തമ്പുരാൻ പറയുക, അതെൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ ഞാൻ അതിനെ വീണ്ടും ഉപയോഗമുള്ളതാക്കി മാറ്റും. പുകയുന്ന തിരിയെ കണ്ടാൽ ലോകക്കാർ വിളിച്ചു പറയും, ഇത് ശകുനമാണ്, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇതെന്തോ എതിരാ. പക്ഷെ തമ്പുരാൻ പറയുക, അതിനെ ഞാൻ കെടുത്തിക്കളയത്തില്ല, വീണ്ടും കത്തിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ആശയമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നത്. എത്ര ശ്രമിച്ചിട്ടും അനുഗ്രഹിക്കപ്പെടുന്നില്ല പാസ്റ്ററെ, എത്ര ശ്രമിച്ചിട്ടും ഉയരാൻ പറ്റുന്നില്ല. ഏതോ ഒന്ന് എന്നെ തടയുന്നു, എൻ്റെ കുടുംബത്തെ തടയുന്നു, എൻ്റെ തലമുറയെ തടയുന്നു. അതിൻ്റെ നടുവിൽ ചതഞ്ഞതിന് ഉടയ്ക്കാത്തവൻ, പുകയുന്നതിനെ കെടുത്താത്തവൻ ഇന്ന് പകൽ നിന്നെ കരം പിടിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു ആത്മതലം വിളിച്ചു പറയുന്നു. അറിയാം, നീ കാണുന്നതിനും അപ്പുറത്തായി ഈ ഹല്ലേലൂയ ഈ ആത്മമണ്ഡലത്തിൽ എന്തോ ഒരു തലം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിന്റെ ഈ പുറമേയുള്ള കണ്ണുകൾക്കും അപ്പുറത്തായി ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആത്മാവിൽ എത്ര പേര് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ. പെട്ടെന്ന് വീട്ടിനകത്ത് വരുന്ന രോഗങ്ങൾ, പെട്ടെന്ന് സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ, പെട്ടെന്ന് കളിപ്പിക്കപ്പെട്ടു പോകുന്നത് പോലെ ആ മേഖലകളിലൊക്കെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നത്തെ മീറ്റിങ്ങിൽ നീ കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറാകണം. ഇന്ന് കർത്താവിനോട് നിരാശ പറയാനല്ല ഇതിനകത്ത് നിൽക്കേണ്ടത്. കർത്താവെ, നിന്നെ ഞാനൊന്ന് ആശ്രയിക്കുകയാണ്. നിന്നെ ഞാൻ ആശ്രയിക്കുക. അങ്ങയുടെ വചനം പറയുന്നു, വെള്ളത്തിൻ്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ മണം വെളിപ്പെട്ടാൽ അവിടെ ഒരു പൊട്ടിക്കിളർപ്പ് സംഭവിക്കാൻ തുടങ്ങും. വീണ്ടും അതിനകത്തുനിന്നൊരു ചലനം സംഭവിക്കും എന്ന് പറഞ്ഞാൽ തീർന്നെന്ന് ലോകം വിളിച്ചു പറഞ്ഞ മാനുഷിക നിലകൾക്കും അപ്പുറത്തായി ഒരു ഇരുട്ടിൻ്റെ ശക്തി പറയുന്നു, ഇനി ഉയരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ മുന്നിൽ ഒരു സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. അവൻ്റെ മുന്നിൽ ഒരു അഭിഷേകം വെളിപ്പെട്ട് വരികയാണ്. അവൻ്റെ മുന്നിൽ എന്തോ ഒരു ചലനം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ ജീവിതത്തിനകത്ത് ഇന്നത്തെ മീറ്റിംഗ് ഒരു ഭയങ്കര ചലനമായിരിക്കും. പാഴായ ശൂന്യമായ ഇരുളായതിൻ്റെ വെളിയിൽ ഇതാ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ആവശ്യം ബോധമുള്ളവർ, എനിക്കൊരു വിടുതൽ ആവശ്യമാണെന്ന് പറയുന്ന ചിലവരെ കരമൊന്ന് അടിച്ചു തുടങ്ങണമേ. ചിലവർ ആത്മസാന്നിധ്യം ചലിക്കുന്നത് കാണണമേ. പൈശാചിക കോട്ടകളെ ഇടിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി നിന്റെ മേളിൽ വ്യാപരിക്കട്ടെ. ദൈവവചനത്തിന്റെ ആയുധം നിന്റെ മേളിൽ വ്യാപരിക്കട്ടെ. നീ ആമേൻ എന്ന് പറയുമ്പോൾ, അപ്പ എന്ന് വിളിക്കുമ്പോൾ, ആമേൻ ദൈവവചനം ശക്തിയാണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഉരുപ്പിടിച്ച് വാടുവാൻ ഭൂതഗണങ്ങൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. ചില ലക്ഷണങ്ങൾ ഈ മിനിറ്റ് മുതൽ ചിലവരെ മണിയിൽ പൊട്ടി മാറണം. ചിലവർ അനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങൾ കുടുംബത്തിൽ കാണണം. വ്യക്തിപരം ആ കുരുക്കുകൾ മാറി. ഒന്ന് യോഹന്നാൻ 4:4 വാക്യത്തിലേക്ക് ഒന്ന് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്നേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എന്നിട്ട് അടുത്ത പദം വയ്ക്കാൻ വേണ്ടി പറയുക, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അറിയാം. അപ്പോൾ അവരെ എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്, ലോകം എന്നൊരു പദം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാ, നിങ്ങൾ അതിനേക്കാൾ വലുതാന്ന് പറയും. നിങ്ങൾക്ക് ഈ പദങ്ങൾ ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ലോകം എന്ന് പറയുന്നത് കാണുന്ന ദൃശ്യമണ്ഡലമാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഈ കാണുന്ന ദൃശ്യമണ്ഡലത്തെക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്. എന്നിട്ട് പറയാ, അവരെ നിങ്ങൾ ജയിച്ചുമിരിക്കുകയാണ്. ആരെയെന്ന് ചോദിച്ചാൽ, അവരെ ജയിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഏതിനെ ഒന്നിനെ നിങ്ങൾ ജയിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിങ്ങൾ നോക്കേ, അറിയാം, അവിടെ ലോകം കൊടുത്തിട്ടുണ്ട്, അവരെ എന്ന് കൊടുത്തിട്ടുണ്ട്. അറിയാം, ജയിക്കുന്ന നിങ്ങളെ കൊടുത്തിട്ടുണ്ട്, അതിനേക്കാൾ വലിയവനെ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ 3 തലങ്ങൾ ആഴമായി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിനും അപ്പുറത്തായി 2 തലങ്ങൾ കാണാൻ പറ്റും. ഒരു പൈശാചിക രാജ്യവും സ്വർഗീയ രാജ്യവും അറിയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ മുഴുവൻ ഈ പരാജയവും പ്രശ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ വിളിച്ച് ശത്രുവിനെ ഞങ്ങൾ ഉയർത്തി, ഭയങ്കരമാണ്, ഞങ്ങൾക്ക് തടസ്സമാണ്, ഞങ്ങൾക്ക് എതിരുകളാണ്, ഞങ്ങൾക്ക് രോഗമോ പ്രശ്നമാണെന്ന് പറയുമ്പോൾ തമ്പുരാൻ വിളിച്ചു പറയുക, അവരെ നിങ്ങൾ ജയിച്ചുമിരിക്കുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ഒരു ബോധ്യം ഇന്ന് പകൽ ചിലവരെ അകത്തോട്ടൊന്ന് വെളിപ്പെട്ടാൽ, ഈ ഒരു ബോധ്യം ചിലവരെ അകത്തോട്ടൊന്ന് വെളിപ്പെട്ടാൽ, അവരിന്ന് പകൽ കൈ ഉയർത്തിപ്പിടിച്ച് ചില അസാധ്യങ്ങളെ സാധ്യമാകുന്ന നിലകളിലേക്ക് അവർ ആത്മമണ്ഡലത്തെ സ്പർശിക്കുന്നത് പോലെ, ലോകം അവസാനിച്ചെന്ന് പറഞ്ഞ ചിലവർ കൈയടിച്ച് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ, അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സിംഹക്കൂട്ടിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ, അഗ്നിജ്വാലയുടെ നടുവിൽ നിന്ന് അവർ പുറത്തു വരുന്നത് പോലെ ഒരനുഭവം ഇന്നത്തെ ആരാധനയിൽ സംഭവിക്കും. അപ്പൊ നിങ്ങൾ നോക്കേ, ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആഴം, ചിലവർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല, ചിലവർ എത്ര നോക്കിയാലും രക്ഷപ്പെടുന്നില്ല. അതിൻ്റെ പിന്നിൽ അവർക്ക് വ്യക്തമായ കാരണങ്ങൾ കാണുന്നില്ല. പക്ഷെ ഒന്ന് എനിക്ക് മനസ്സിലാകുന്നു, ചില വിരോധങ്ങളുണ്ട്. അപ്പൻ്റെയോ അമ്മയുടെയോ കൈമാറ്റങ്ങളായിരിക്കാം ഒന്ന്, അല്ലെങ്കിൽ ഹല്ലേലൂയ അവരുടെ കർമ്മഫലങ്ങളായിരിക്കാം, അവർ ജീവിച്ച് വളർന്ന ചുറ്റുപാടുകളായിരിക്കാം. പക്ഷേ അവരെ ജയിക്കുന്നത് എന്തോ ഒന്ന് ഇന്ന് പകൽ നിന്റെ വെളിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇന്ന് ജയിക്കാൻ പറ്റുന്ന തലത്തിൽ ഈ വചന സന്ദേശവും ഇന്നത്തെ നിങ്ങളുടെ ഈ ആത്മാന്തരീക്ഷം വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചിലവരുടെ ജീവിതത്തിനകത്ത് വെച്ചിരിക്കുന്ന നന്മകളെ നഷ്ടമാക്കുന്നത് പോലെ ആക്സിഡന്റ്, രോഗം, പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പകൽ കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ, കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് പകൽ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ, ചില ദുർശക്തികളെ നീ ജയിക്കാൻ പോകുകയാണ്, ചില ദുർവ്യാപാരങ്ങളെ നീ ജയിക്കാൻ പോകുകയാണ്. കാരണം നിന്റെ വെളിയിൽ വ്യാപരിക്കുന്നതിൽ അവരെ ജയിക്കുന്ന ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ഒരാത്മമണ്ഡലം നിന്റെ വെളിയിൽ ഈ പകൽ മുതൽ തിരിയുന്നത് നിനക്ക് കാണാൻ പറ്റും. റബതൽ ഘടകസ്യം പേരിയ ആത്മാവിൽ നിന്ന് ചലിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് ചലിച്ച്, ആത്മാവിൽ നിന്ന് ചലിക്കാൻ പറ്റുന്നവർ ഒരുമിച്ചൊന്ന് ചലിച്ച്, ഇന്നത്തെ ആരാധനയിൽ മാനുഷിക നിലകൾക്കും അപ്പുറത്തായി നിന്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന, നിന്നോട് വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറയോട് വെല്ലുവിളിക്കുന്ന ചിലതിനെ നീ കൈയടിച്ച് ജയിക്കാൻ പോവുകയാണ്, നീ ആരാധിച്ച് ജയിക്കാൻ പോവുകയാണ്. നീ വന്നത് വെറുതെ ആയില്ല എന്ന് ഈ ആത്മമണ്ഡലം വിളിച്ചു പറയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഒരു ഭയം, ഇങ്ങനെയുള്ള തലങ്ങളുണ്ട് വാസേ. അതിനകത്തേക്ക് എനിക്കൊന്ന് എൻട്രി ചെയ്യാൻ പറ്റിയാൽ, എനിക്കതൊന്ന് അനുഭവിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ സ്പിരിച്വൽ നിലയും ഹല്ലേലൂയ എൻ്റെ ജീവിതം ഒന്നുകൊള്ളു വഴിമാറും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ, നിങ്ങളെ വിളിച്ച ദൈവം, നിങ്ങളെ വിളിച്ച വിളിക്കകത്ത് നിന്ന് എഫേസ്യ ലേഖനം വിളിച്ച് പറയുക, ഹല്ലേലൂയ, നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അവൻ നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുക. പക്ഷെ ഇന്നും ആത്മാവിൽ ഒരു നിലയിൽ ഉയരാൻ പറ്റാതെ എവിടേക്കോ ഇന്നും കെട്ടും പൂട്ടുമായിട്ടൊക്കെ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ആരാധനയിൽ നീ ഒന്ന് വിശ്വസിച്ചാൽ നിന്നെ കൈപിടിച്ച് അടുത്ത തലത്തിലോട്ട് ദൈവം കൊണ്ടുപോകാൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ നോക്കി, അതിനൊരു ബെസ്റ്റായ ഉദാഹരണമാണ് 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ചു. അത് കഴിഞ്ഞ് ചിലവരുടെ ശബ്ദത്താൽ പേടിച്ച് ഹല്ലേലൂയ മിസ്രയീം വിട്ട് ഓടിപ്പോകുന്ന ഹല്ലേലൂയ വിളി ഭയങ്കരമാണ്. മോശയെ കാണാൻ പറ്റും. പിന്നെ 80-ാമത്തെ വയസ്സിൽ അമ്മായിപ്പൻ്റെ ആടുകളുമായി ഒതുങ്ങിയ മനുഷ്യൻ ഇതാ ഹല്ലേലൂയ ആ ആടുകളുമായിട്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലോട്ട് അടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും 80 വർഷങ്ങൾ ചലനമൊന്നും കണ്ടില്ല. പക്ഷെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നു അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ചു കത്തുന്നതും. ഇതുവരെ ഈ 40 വർഷം ഒത്തിരി മരുഭൂമിയിൽ ഈ ആടുകളുമായിട്ട് പോയിട്ടുണ്ട്. അലച്ചിലും പ്രശ്നവും പ്രതികൂലവും അല്ലാതെ ഇവനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ ദിവസം ഇവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
മുൾപ്പടപ്പിൽ തീ കത്തി നിൽക്കുക. ഈ ഒത്തിരി മുൾപ്പടപ്പാണ് ഈ ആടുകളുടെ തീറ്റയൊക്കെ ആയിട്ട് മാറി. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഇത് കത്തി നിൽക്കുക. ഇതെന്തെന്ന് കാണാനായിട്ട് അടുത്ത 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചേ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇന്നത്തെ ആരാധനയിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ചില കൈമാറ്റങ്ങൾ നിങ്ങളുടെ മേലിൽ സംഭവിക്കും. നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ തുടങ്ങും. ദൈവം ആരെയോ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരുടെ ജീവിത ഗതി തിരിച്ചുവിടുന്നത് പോലെ എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാപം പറഞ്ഞ്, നീ പാപിയാണെന്ന് പറഞ്ഞ്, നിന്റെ ജീവിതത്തിൽ വിടുതലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഉദ്ദേശ പൂർത്തീകരണത്തിലേക്ക് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തി ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നിന്നെ തിരിച്ചുവിടുന്ന ചില ഹോരേബിലേക്ക് ഞാൻ ആത്മാവിൽ ആരോടൊക്കെ നോക്കി പ്രവചിച്ചു പറയുന്നു. ഇത് നിന്റെ ഹോരേബാണ്. നിന്റെ ജീവിതത്തെ തിരിക്കുന്ന ഒരു ദിവസമായി. നിങ്ങൾ നോക്കേ ഇവിടെ മോശ നേരെ കയറി ചെല്ലാൻ നിൽക്കുമ്പോൾ വാക്യം വായിച്ചു. വാക്യം ശ്രദ്ധിച്ചേ. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നോ അവനെ യഹോവ ഇപ്പൊ നോക്കുമ്പോൾ അവൻ ഓടി വരുന്നോണ്ടിരിക്കുക. ആ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് ഇപ്പൊ ആരാ സംസാരിക്കുന്നത്? യഹോവ സംസാരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നൊരു ദൈവശബ്ദം നിന്റെ ജീവിതത്തിന്റെ ഗതിയെ തിരിക്കും. ഇന്നൊരു തീ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. എങ്ങും എത്താതെ നിൽക്കുന്ന മോശമാരെ കർത്താവ് കൈപിടിച്ച് തിരിക്കും. നിങ്ങൾ നോക്കേ, കണ്ടപ്പോൾ യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒന്നിനും കാണുന്നില്ല, പക്ഷേ ഒരു ശബ്ദം മോശയ്ക്ക് വെളിപ്പെട്ടു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്നത്തെ മീറ്റിംഗിൽ ഒരു സ്പർശനം നിന്റെ വെളിയിൽ വ്യാപരിക്കും. ഒരു ശബ്ദം നിന്റെ വെളിയിൽ വെളിപ്പെട്ടു. ഞാൻ വന്നതുപോലെ ആവാസ നിൽക്കുന്നത്, പക്ഷേ ഏതോ ഒരു മേഖല എൻ്റെ വെള്ളിലോട്ട് തുറക്കുന്നത് പോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഏതോ ഒന്ന് എൻ്റെ വെളിയിൽ ചലിക്കുന്നത് പോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഏതോ ഒന്ന് എന്നെ സ്പർശിക്കുന്നത് പോലെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. 40 വർഷം ശൂന്യതകൾ പറഞ്ഞ, 40 വർഷം വെറുതെ പോയെന്ന് പറഞ്ഞ, 40 വർഷം വഴിയില്ലെന്ന് പറഞ്ഞവനെ ദൈവം ഒന്ന് സ്പർശിക്കാൻ പോകുകയാണ്. ഇവിടുന്ന് ഒരു തിരിവ്. ഇനി ആടുകളെ അല്ല കാണാൻ പോകുന്നത്, ഇനി ഇവിടുന്ന് ഒരു തിരിവാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറയും, നിന്റെ ബിസിനസ്സിനൊരു തിരിവ്, നിന്റെ ജീവിതത്തിലൊരു തിരിവ്, നിന്റെ കുടുംബത്തിലൊരു തിരിവ്, നിന്റെ ഭാവിയിലൊരു തിരിവ് ഇന്നത്തെ മീറ്റിംഗിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കരമടിച്ച് 1-2 മിനിറ്റുകൾ. അടുത്ത വാക്യമായി ഇമ്പോർട്ടന്റ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഇതാ ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, ഇങ്ങോട്ട് നീ അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ, വിശുദ്ധ ഭൂമിയാകയാൽ. നിങ്ങൾ നോക്കാം, മോശ ഇതുവരെ വന്ന സ്ഥലത്ത് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? അവൻ ദൂരെ നോക്കിയപ്പോൾ ഈ സ്ഥലം പോലെ തന്നെ കണ്ടത്. പക്ഷെ അവൻ ഓടി അടുത്തപ്പോൾ ദൈവം അവനോട് പറയുക, നീ ഇങ്ങോട്ട് അടുക്കരുത്. കാരണം ഹല്ലേലൂയ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക എന്ന് പറഞ്ഞു. കാണുന്ന മണ്ഡലത്തിൽ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ മോശ അടുത്ത് നിൽക്കുമ്പോൾ മോശയ്ക്ക് മനസ്സിലായി, കയറി വന്ന സ്ഥലം എന്തോ ഒരു തലം തിരിഞ്ഞ് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ വിളിച്ചു പറയുന്നേ, ഈ ബുധനാഴ്ച വന്നത് ഭയങ്കര ഞെരുക്കത്തിൽ, ഭയങ്കര പ്രശ്നത്തിൽ, എല്ലാം അവസാനിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ കയറി വന്നു നിൽക്കുമ്പോൾ ദൈവം വന്ന് പറയാം, നീ നിൽക്കുന്ന സ്ഥലം വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ദൈവിക സ്പർശനം അനുഭവിക്കും. അവൻ വന്നതുപോലെ അല്ല കേട്ടോ. ഇപ്പോൾ ഏതോ ഒരു ആത്മാവ് തലം അവനെ തൊടുകയാണ്. ഇപ്പോൾ ഏതോ ഒരു ഫലം അവനെ തൊടുകയാണ്. അവൻ്റെ ജീവിതത്തിനകത്ത് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുമ്പോൾ ദൈവനാമത്തിന് മഹത്വം. വലിയ ദൈവപ്രവർത്തിക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളെ ദൈവം ചെയ്ത വലിയ പ്രവൃത്തി, വലിയ അത്ഭുതം, വലിയ മഹത്വീകരണം എന്ന് ഞാൻ പറയുള്ളൂ. പാസ്റ്റർക്കും സഭയ്ക്കും കുടുംബത്തിനായി ജോബിൻ പാസ്റ്റർക്കും ലേഡീസ് മീറ്റിങ്ങിൽ ഓരോ വ്യക്തികൾക്കായി യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ അല്ലെങ്കിൽ നവംബറാന്ന് തോന്നുന്നു, ഞാനിവിടെ പ്രാർത്ഥിച്ച് താഴ്ത്തി ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ സിസ്റ്റർ വിളിച്ച് പറഞ്ഞ്, ബാങ്കിലൊരു വേക്കൻസി ഉണ്ട്, നമുക്ക് രണ്ടേക്കും കൂടെ പോയി നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ വൈകിട്ട് ഒരു ഗൂഗിൾ മീറ്റിംഗ് ഉണ്ടെന്ന് കയറി അറ്റൻഡ് ചെയ്ത് പറഞ്ഞു. ഞങ്ങൾ കയറി അറ്റൻഡ് ചെയ്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കടവന്ത്രയിൽ വെച്ച്, അവിടെ പോയി. അതിനുശേഷം ആ ജോലിയിലേക്ക് കയറാമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ അതിനുശേഷം പിന്നെ പാസ്റ്ററോടൊന്ന് ഞാൻ ഒന്നും കൂടി പ്രാർത്ഥിച്ച്.
അതിനുശേഷം ജോബിൻ പാസ്റ്ററുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേറൊരു ഗവൺമെൻറ് ജോലി, സെൻട്രൽ ഗവൺമെൻറ് ജോലി ദൈവം ഒരുക്കി വെക്കുകയാണ്, ഇപ്പോൾ ആയിരിക്കുന്ന ജോലിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ, എന്നാൽ പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചേക്കാം. എന്ത് ചെയ്യുന്നതിനേക്കാളും മുന്നേ അമ്മേനോട് ഒരു ഡിസിഷൻ ചോദിക്കും, പക്ഷെ അതിനേക്കാളും മുന്നേ ദൈവം പറയുന്ന ഏത് വാക്കാണെങ്കിലും അത് എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആവാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ശരിയെന്ന് അതങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് 2 ഗവൺമെൻറ് ജോലിയുടെ വേക്കൻസിയാണ് വന്നത്, അപ്പം ഞാൻ എന്തുകൊണ്ട് ദൈവം എനിക്ക് കൺഫ്യൂഷൻ ആയല്ലോ എന്നാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ജോബിൻ പാസ്റ്ററിന് ഗ്രീൻ കളർ സിഗ്നേച്ചർ ഇടുന്ന തരത്തിലുള്ള പോസ്റ്റിലേക്ക് ദൈവം ഉയർത്തുന്നു. അപ്പം എനിക്കപ്പോൾ ഉറപ്പായി, കാരണം സെൻട്രൽ ഗവൺമെൻറ് അവിടുത്തെ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അവർ സിഗ്നേച്ചറാണ് ഗ്രീൻ ഇങ്ക് പേനയും കൊണ്ടാണ്. അപ്പം ഞാൻ എനിക്ക് അത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വന്ന് റോയ് പാസ്റ്ററിനോട് പ്രാർത്ഥിച്ച്, പാസ്റ്റർ അപ്പോൾ എന്നും എന്നോട് ചോദിക്കും ജോലിയുടെ കാര്യം എന്തായെന്ന് ചോദിക്കും. അപ്പോഴൊക്കെ സത്യം പറഞ്ഞ അങ്ങനെ ചോദിക്കുമ്പോൾ പോലും പക്ഷേ ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പാസ്റ്റർ അങ്ങനെ ചോദിക്കുമെങ്കിലും പാസ്റ്ററിൻ്റെ മുഖത്തൊരു പ്രസൻസ്, ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അമ്മേനോട് ചെന്ന് പറയാം, അമ്മേ പാസ്റ്റർ ഇങ്ങനെ ചോദിച്ചപ്പോൾ പാസ്റ്റർക്ക് ഉള്ളിലൊരു സന്തോഷമുണ്ട്, ആ മുഖത്ത് ആ ഭാഗത്തൊക്കെ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ പ്രാർത്ഥിച്ച് ദൈവമക്കൾ നന്ദി പറഞ്ഞു. SBIയിൽ ഞാൻ ജോലിക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി, ഞാൻ ജോലിയിൽ കയറി. പിന്നെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കയറിയേക്കുന്നത്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായിട്ട് അറിയാം കുടുംബമായി സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ദൈവം ഭയങ്കരമായ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം ഇന്ന് ചിലവരെ തൊടാൻ പോവുകയാണ്. എൻ്റെ കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ആഴത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കാമോ പ്രിയരെ? ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളെ തൊടും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ സൗഖ്യം വെളിപ്പെടും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്കായിട്ട് തലമുറയിൽ വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി കരയുന്നവർക്ക് കർത്താവേ ഇന്നൊരു അത്ഭുതം അങ്ങ് ചെയ്യാൻ പോവുകയാണ്. അങ്ങയുടെ കരം അങ്ങ് നീട്ടിയതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയച്ചതിനായി സ്തോത്രം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അപ്പാ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് പൂർണ്ണ വിടുതൽ വെളിപ്പെടുകയാണ്. നാളുകളായി വിവാഹത്തിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നതിനുണ്ട്, നാളുകളായിട്ട് ഉയർച്ചയില്ലാതെ വിഷമിക്കുന്നതിനുണ്ട്. കർത്താവെ, ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ യേശു വാക്ക് മാറാത്തവന, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. അങ്ങയുടെ കരം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവെ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി. ഒരു വലിയ അത്ഭുതം കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് ആദ്യ ചില ബിസിനസ്സുകൾ കർത്താവ് തുറന്നു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അറിയാം, സൗമ്യ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സൗമ്യയ്ക്ക് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുന്നു. അതേപോലെ തന്നെ അറിയാം കർത്താവെ, എന്നെ കാണുന്ന അറിയാം 2-3 ആൾക്കാർ അറിയാം ഒരു പുതിയ വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയാം ജോലി നഷ്ടപ്പെട്ടു പോയി, അറിയാം ബിസിനസ് നടക്കുന്നില്ല, അറിയാം ഒരു വഴിയും തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 3 പേർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീലയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ചില രോഗക്കിടക്കയിൽ കിടക്കുന്നവർ ദൈവശക്തിയാൽ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചു എന്ന് പറയുവാൻ കർത്താവെ, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ അപ്പാ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ വലിയ വഴികൾ തുറക്കുന്നല്ലോ, വലിയ വാതിലുകൾ തുറക്കുന്നല്ലോ. ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ കർത്താവെ, വാതിൽ തുറന്നെന്നും അത്ഭുതം നടന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ വാതിൽ ഇപ്പോൾ തുറക്കട്ടെ അപ്പ. നാളുകളായിട്ട് ഹല്ലേലൂയ വിവാഹം നടക്കാത്തവരുണ്ട്, തലമുറയില്ലാത്തവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. ഞാൻ ഈ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നല്ലോ. ആ കർത്താവിൻ്റെ കരം ഇപ്പോൾ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ചിലവരെ തൊട്ടതിനായി നന്ദി, ചിലവരെ രോഗം മാറിയതിനായി സ്തോത്രം, ചിലവർക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നതിനായി നന്ദി. അറിയാം, ലില്ലി എന്ന് കാണിക്കുന്ന ഒരു പേര് കർത്താവ് കാണിക്കുന്നു. അത്ഭുതം വെളിപ്പെട്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകേഷിൻ്റെ ജീവിതത്തിൽ ഒരു വഴി തുറന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ.
പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വലിയ കരം കാണേണ്ടതിനായിട്ട് ഹല്ലേലൂയ, നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന 811 വിളിക്കണമെന്ന് ഉറപ്പിക്കുന്നു. 9072 എന്ന് കാണുന്ന നമ്പർ വാട്സപ്പാണ്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം, വിളിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെങ്കിൽ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവപ്രവർത്തിക്കായിട്ട് നമുക്ക് ഒരുമിക്കാം പ്രിയരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ ഹല്ലേലൂയ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്പറിൽ വിളിക്കും. യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. കർത്താവ് നിങ്ങളെ എല്ലാ നിലയിലും മാനിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.